നമസ്കാരം. കടൽ കഥ കാഴ്ച എന്ന ഹോർഹൗസിൻ്റെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ തൊട്ടപ്പുറത്ത് മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. അപ്പം ഒരു ദിവസം ക്ലാസ്സിൽ KG ശങ്കരപ്പിള്ള സാർ വന്നൊരു കവിതാശ്രകം പറഞ്ഞു, കണ്ടാണ് കടൽ ഇത്രയും വലുതായത് എന്നൊരു വരി. എല്ലാവരും കേട്ട് കാണും. കണ്ട് കടലാണോ വലുതായത് അതോ കടലിനെ കണ്ട് നമ്മളാണോ വലുതായത് എന്നൊരു സംശയം ഉണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞ കടലിനെ കണ്ട് വളരുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് പറയുന്നത്. നമ്മൾ ഈ കടലിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യർക്ക് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും എല്ലാവരും ഉടനെ കടൽ തീരത്തേക്ക് പോകുന്നത് എന്താണെന്നറിയില്ല. അവിടെ പോയി നിൽക്കുമ്പോൾ വല്ലാത്ത ഒരു ആനന്ദമാണ്. ഒരു പ്രത്യാശയുടെയും നിരാശയുടെയും ഒരേ സമയം രണ്ട് ദ്വന്ദ്ങ്ങൾ, രണ്ട് വൈരുദ്ധ്യങ്ങൾക്കിടെ ഒരു സംഗമ കേന്ദ്രമാണ് ഒരു കടൽ എന്ന് പറയുന്നത്. കടലിന് അത്തരത്തിലൊരു വലിയൊരു ആത്മീയ ഒരു പരിവേഷമുണ്ട്. ആ ആത്മീയത ഇന്ന് ഓരോരുത്തരും നിർവചിക്കുന്നതാണ്. എന്താണ് ഈ കടലിൻ്റെ ഒരു ആത്മീയത? അതേക്കുറിച്ച് ആദ്യമായി 3 പേരും ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ. അതായത് യേശു എന്തുകൊണ്ട് ശിഷ്യന്മാരായി കൂടുതൽ ആൾക്കാരെ കടൽ തീരത്തു നിന്ന് ക്ഷണിച്ചു അല്ലെങ്കിൽ വിളിച്ചു വരുത്തി എന്നൊരു ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ഫിഷർമാൻ രാത്രിയിൽ മീൻ പിടിക്കാൻ പോകാറുണ്ട്. രാത്രിയിൽ മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അയാളെ വിഷയമല്ല, അയാൾ മീൻ പിടിക്കാൻ പോകാറുണ്ട്. മത്സ്യസമൂഹങ്ങൾ കടലിനടിയിലൂടെ പോകുമ്പോഴേക്കും ഒരു ഇളം പച്ച നിറത്തിൽ തിളങ്ങാറുണ്ട്. ഇതിനാണ് നമ്മൾ ഈ കവരെന്നൊക്കെ പറഞ്ഞത്. കവര് ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നൈസിലൊക്കെ പറയുന്ന കവര് എന്ന് പറയുന്ന സാധനമാണ്. അതേപോലെ ഈ പോകുന്നവർക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ വിഷയമല്ല. അവരുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടുമോ, ജീവൻ തന്നെ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് അവരുടെ വിഷയമല്ല. പക്ഷേ വലിയ പ്രതീക്ഷയാണ്, വലിയ പ്രത്യാശയാണ്. മറ്റ് ഒരു തൊഴിലിലും കാണാത്ത രീതിയിലുള്ള വലിയ പ്രതീക്ഷയും വലിയ പ്രത്യാശയുമാണ് മത്സ്യബന്ധന രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ലാൽ പറഞ്ഞ ശരിയാണ്. ആ തൊഴിലിൻ്റെ ഒരു ആത്മീയത എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്ന് മാത്രമല്ല, ഈ മത്സ്യം കിട്ടുമ്പോൾ കുറച്ച് മത്സ്യം വള്ളത്തിൻ്റെ അണിയം ഭാഗത്ത് അവർ സംഭരിച്ചു വെക്കാറുണ്ട്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ മിക്കവാറും കുഷ്ഠരോഗികളുണ്ട്, തളർന്ന് കിടക്കുന്ന മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ ശയ്യാവലംബികളുണ്ട്. പണ്ട് ചില കീഴ്ജാതിക്കാർ സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ള കാലത്ത് അവർ വരാറുണ്ട്, അംഗവൈകല്യമുള്ളവർ വരാറുണ്ട്. ഇവർക്കെല്ലാം വേണ്ടിയാണ് ഈ മത്സ്യം അവർ സംഭരിച്ചു വച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത്, അവരുടെ പ്രാർത്ഥന കൊണ്ട് കൂടിയാണ് തങ്ങൾക്ക് മത്സ്യം കിട്ടിയത് എന്നാണ് ഓരോ മീൻപിടുത്തക്കാരനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ മാത്രം ശ്രമഫലമായിട്ടല്ല, കാരണം ഇത് വിതച്ചിട്ട് കൊയ്യുകയല്ല, കൊയ്യാൻ വേണ്ടി മാത്രം പോവുകയാണ്, വിതയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷയാണ്, വലിയൊരു പ്രത്യാശയാണ്. അതുകൊണ്ട് തീർച്ചയായും കടലുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു സ്പിരിച്വാലിറ്റിയാണ്. അത് നമ്മൾ കിഴവനും കടലും എന്ന് പറയുന്ന നോവലിൽ കാണുന്നുണ്ട്. ഒരു പരിധിവരെ തകഴിയുടെ ചെമ്മീനിലുണ്ട്. അതേപോലെ ഈ 540 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന 10 ജില്ലകളിലായി കിടക്കുന്ന നമ്മുടെ കടലിൻ്റെ ഓരത്ത് ജീവിക്കുന്ന മിക്കവാറും എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ട്. ചില വിശ്വാസങ്ങൾ തന്നെ ഉണ്ട് ഇതിന്. ഉദാഹരണത്തിന്, കടലിൻ്റെ മുകളിൽ കാക്കകളും പരുന്തുകളും പാറിപ്പറക്കുന്നതായിട്ട് കണ്ടാൽ, കടൽക്കാക്കകളൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ അതിന് താഴെ മത്സ്യമുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. അതേപോലെ ഈ ആഞ്ഞിലിയുടെ ചക്ക കൂടുതൽ കായ്ക്കുന്ന കൊല്ലങ്ങളിൽ ലഭിക്കുന്ന മത്സ്യസമ്പത്ത് കുറവായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ഇങ്ങനെ എല്ലാം യുക്തിഭദ്രമാകണമെന്നില്ല. ചില വിശ്വാസങ്ങളും ചില കീഴ്വഴക്കങ്ങളും കൂടി ചേരുന്നതാണ് ഈ മത്സ്യബന്ധനം എന്ന് പറയുന്ന തൊഴിൽ. തീർച്ചയായിട്ടും അതിനെ ഒരു ആത്മീയതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഒരു ദൈവവിശ്വാസിക്ക് മീൻപിടുത്തക്കാരനാകാൻ പറ്റുമോ എന്ന് പോലും സംശയമുണ്ട്. നിങ്ങൾക്കറിയാമെന്നറിയാൻ പാടില്ല, നമ്മൾ പണ്ട് ഈ മദ്യപാനം എന്ന് പറയുന്നത്, ഒരാൾ മദ്യപിക്കും എന്ന് പറയുന്നത് അമ്മമാർ പോലും പറയാറുണ്ട്, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മകൻ അവൻ 2 ഗ്ലാസ് കള്ള് കുടിച്ചില്ലെങ്കിൽ അവനെ കാണാനൊരു ഭംഗിയുമില്ല എന്ന് അമ്മമാർ പോലും പറയുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ മദ്യപാനം എന്ന് പറയുന്നത് ഏറെക്കുറെ പരസ്യമായിരുന്നു. ഈ കൃപാസനം പോലെയുള്ള ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ യേശുവിനെ പോലും ചുമക്കാൻ പറ്റാത്ത അത് വലിയ കുരിശ് കടപ്പുറത്ത് ഇങ്ങനെ നാട്ടിയിട്ട്
അതുമായി തൊട്ടിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. മദ്യം എന്ന പിശാചിനെ ഞാനിതാ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഇവർ ക്യൂ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പരസ്യമായ മദ്യപാനം മാറി, അത് രഹസ്യമായിട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഇയാൾ ഈ കുരിശിൽ തൊട്ട് സത്യം ചെയ്ത ഒരാൾ നാളെ മത്സ്യബന്ധനത്തിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയും, നീ വരണ്ട, നീ അന്ന് ഒരു 2 ഗ്ലാസ് കള്ളിന് വേണ്ടി അല്ലെങ്കിൽ ചാരായത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പെഗ് മദ്യത്തിന് വേണ്ടി നീ കർത്താവിനെ തള്ളി പറഞ്ഞവനാണ്. നീ ഈ വള്ളത്തിൽ പോവുകയാണെങ്കിൽ വള്ളം തകരാനോ നശിക്കാനൊക്കെ സാധ്യതയുണ്ട്, മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് നീ വരാൻ പാടില്ല എന്ന് തന്നെ അവർ പറയുമായിരുന്നു. ഇത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ഒരു ദൈവവിശ്വാസി അല്ലാത്തൊരു മനുഷ്യനെ, ഒരു നിരീശ്വരവാദിക്ക് ചിലപ്പോൾ മത്സ്യബന്ധനം എന്ന് പറഞ്ഞ തൊഴിലിലേക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പം അത്രയും ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാണ് അത്. ക്രിസ്ത്യാനിറ്റിയുടെ മാത്രമല്ല, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞത് ആലപ്പുഴയിലൊക്കെ ഉള്ളു, കൊച്ചിയിലൊക്കെ ഉള്ളു. മറ്റ് പലയിടത്തും ധീവരസഭയോ അല്ലെങ്കിൽ മുസ്ലിംസൊക്കെ ഈ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ദൈവവിശ്വാസവുമായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തൊഴിലാണ്. പിന്നെ ലാല് പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഈ തിണകളിൽ ഒന്നാണ് നെയ്തൽ. കടൽ തീരത്തിൻ്റെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമുക്ക് പറഞ്ഞത് ഉപയോഗിക്കുന്നത് തിണയാണ്, നെയ്തൽ. അപ്പം നെയ്തലിൻ്റെ വൈകാരിക തലം എന്ന് പറയുന്നത് ഏകാന്ത വിലാപമാണ്. പുരുഷൻ നഷ്ടപ്പെട്ട സ്ത്രീ, കാമുകിയാവാം, ഭാര്യയാവാം, കടലിനോട് പോയാണ് ദുഃഖം പങ്കുവെക്കുന്നത്. ആ ദുഃഖത്തിന് പറഞ്ഞ പേരാണ് ഏകാന്ത വിലാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞത് ശരിയാണ്. സിനിമയിലൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്, ഒരു ഡിവോഴ്സ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ നിന്ന് വേർപെട്ട പുരുഷനോ സ്ത്രീയോ കടലിനെ അഭിസംബോധന കൊണ്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊരു ഷോർട്ടായിട്ട് കാണിക്കാറുണ്ട്. അത് ശരിയാണ്, ഏകാന്ത വിലാപമാണ് നെയ്തൽ. തീർച്ചയായും ഈ പറയുന്ന തൊഴിലുമായിട്ടും കടലുമായിട്ടും ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് തന്നെയാണ് ഞാനും ലാലിനെ പോലെ വിശ്വസിക്കുന്നത്. ജോസഫിൻ്റെ തുമ്പം ഞാൻ ഒരു അനുഭവ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് മകൻ അച്ഛനെ കൊണ്ട്, ചേട്ടനെ കൊണ്ടൊരു കഥ എഴുതിച്ച ഒരു കാര്യം വായിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഒരു വല്ലാത്തൊരു നിർണായക സന്ധിയിൽ കടലിനെ ആസ്പദമാക്കിയൊരു കഥ എഴുതുന്നു. ആ കഥയിൽ തീർച്ചയായും ഒരു ക്രിസ്തു ദർശനത്തിൻ്റെ, ഒരു അതിജീവനത്തിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി അതിനകത്ത് ഞാൻ ദർശിക്കുകയുണ്ടായി. ആ അനുഭവം ഒന്ന് പറയുമോ, ഏറ്റവും ചുരുക്കുക? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ലാല് എൻ്റെ കടലിരമ്പം എന്ന് പറയുന്ന കഥ വായിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ആത്മീയത കടലിൻ്റെ ആഴങ്ങളെപ്പോലെ അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുമ്പോൾ മുത്ത് ചിപ്പികൾ ആ മുത്ത് തപ്പിയെടുക്കാൻ വേണ്ടി അതിൻ്റെ ആഴത്തിലേക്ക് അതെടുക്കാൻ പോകുന്ന ഒരാളുടെ ധ്യാനവും പ്രാർത്ഥനയും പോലെയാണ് എനിക്ക് കടലുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ ഉടലെടുക്കുന്നത്. എൻ്റെ കഥകൾക്ക് ഈ അനുഭവത്തിൻ്റെ തീവ്രതയുണ്ടെന്ന് പലരും വായിച്ച് പറയുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും അതിനെന്നെ സഹായിച്ചിട്ടുള്ളത്. സാമ്പത്തികമായിട്ടൊക്കെ വല്ലാതെ ഞെരുക്കത്തിലായ സമയത്ത് എനിക്ക് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഏറ്റവും താഴ്ന്ന ഒരു ജോലിയൊക്കെ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പലചരക്കടയിലൊക്കെ ഒത്തിരി പൈസ കൊടുക്കാനുണ്ട്. എൻ്റെ മോനൊന്ന് 7 വയസ്സേ ഉള്ളൂ, അപ്പൂന്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വൈഫിന് പെട്ടെന്ന് ഉള്ളിലൊരു സിസ്റ്റ് കൊളാപ്സായിട്ട് അവളെ PVS ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറയാൻ അന്ന് ഒരു 5 മിനിറ്റ് താമസിച്ച് പോയിരുന്നെങ്കിൽ അവൾ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഓടിപ്പിടിച്ച് കൃത്യസമയത്ത് അവളുടെ അപ്പം കോട്ടയത്ത് നിന്ന് വന്നുകൊണ്ടിട്ട് മാത്രമാണ് ഇവൾ കിടക്കയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. കാരണം ഞാൻ ജോലിക്ക് പോയി, അപ്പൂനെയും ഞാൻ ക്ലാസ്സിൽ കൊണ്ടേ ആക്കി. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത സാമ്പത്തിക നഷ്ടം വീട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് എന്നോട് പ്രദീപ് കുമാർ ഒരു കഥ റേഡിയോ നിലയത്തിന് തരികയാണെങ്കിൽ നിനക്ക് എളുപ്പം പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പോൾ ഈ പലചരക്കടയിൽ ചെന്നപ്പോൾ അയാൾ സാധനങ്ങളൊന്നും കൊടുത്തില്ല. അയാൾ പറഞ്ഞു അപ്പനോട് കാശ് മേടിച്ചുകൊണ്ട് പോവാ, എന്നാലേ ഇനി തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ ഭയങ്കര സങ്കടമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് പിറ്റേ ദിവസമാണ് എനിക്ക് റേഡിയോ നിലയത്തിൽ കഥ വായിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ
ഞാൻ ഈ ആകെ മാനസികമായിട്ട് താഴ്ന്നുകൊണ്ടിട്ട് എനിക്കൊരിക്കലും ഒരു കഥ എഴുതാനുള്ള ഒരു മൂഡൊന്നും എനിക്ക് മനസ്സിലില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ഈ അടുത്തുള്ള നമ്മുടെ ജെട്ടിയുടെ അവിടെ വന്നിട്ടും നോക്കുമ്പോൾ കാണുന്നത് ഈ നമ്മുടെ കടലിൻ്റെ വായാണ് കാണുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കൊച്ച് ഞാൻ ഉഴപ്പുന്നത് കണ്ടപ്പോൾ അവനെന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ നാളെ അല്ലേ റേഡിയോ നിലയത്തിൻ്റെ കഥ വായിക്കേണ്ടത്, അത് വായിച്ചാൽ നമുക്ക് പൈസ കിട്ടുമല്ല, അപ്പോൾ വേഗം കഥ എഴുതുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോഴേക്ക് കഥയൊന്നും എഴുതാൻ പറ്റില്ല മോനെ, ആകെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ്, അതുകൊണ്ട് ഇപ്പോൾ എഴുതാനൊന്നും പറ്റത്തില്ല, നീ പോ എന്നൊക്കെ പറഞ്ഞ് ഞാനവനെ നീക്കി വിട്ടു. പക്ഷേ ഈ ചെക്കൻ പോവില്ല, എന്ത് ചെയ്താ, അപ്പോൾ എഴുതണം, എഴുതിയാലേ നമുക്ക് നാളെ അത് വായിച്ചാൽ കാശ് കിട്ടുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഇതിൽ അവനിങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. എനിക്ക് പോലും ഇല്ലാത്തൊരു ആത്മാർത്ഥത എൻ്റെ കുഞ്ഞിന്, എൻ്റെ വീടിനോടുള്ള അതൊക്കെ ഒരു ആത്മീയതയാണ്. കാരണം അവൻ കുഞ്ഞുനാളിലെ മുതൽ ബൈബിളിലെ വാക്ക് കേട്ടിട്ടാണ് അവൻ ജീവിതം തുടങ്ങിയത്. അപ്പം അങ്ങനെ അവന് പ്രത്യാശയുണ്ട്. അങ്ങനെ ഈ കൊച്ചിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ പോയി കിടന്ന് ഉറങ്ങ് എന്ന് പറഞ്ഞിട്ട് അവൻ പോവില്ല. അവൻ ഈ കസേരയുടെ പിന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കടലാസിട്ട് പോയി റൈറ്റിംഗ് പാഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് നിന്നു. അങ്ങനെ ഞാൻ വെറുതെ ഇവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു വാക്ക് എഴുതി, കുട്ടിയുടെ അമ്മ ആരാന്നറിയോ? അപ്പം അതിന് പ്രതിവിധിയായിട്ട് മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടി പറയുന്നത്, ഇല്ലാലോ മുത്തശ്ശി, എങ്കിൽ കേട്ടോളൂ, കടലമ്മയാ. അതാണ് ആദ്യം മനസ്സിലേക്ക് വന്ന വാക്ക്. അപ്പം ഇതെഴുതിയപ്പോൾ തന്നെ ഈ കൊച്ചു വായിച്ചിട്ട് ഇതൊന്നും കഥയൊന്നുമല്ല, അപ്പം വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ എഴുതി വെക്കുകയാണ്, ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കൂല, ഇത് കഥയൊന്നുമല്ല, അപ്പോൾ കാര്യമായിട്ട് ഇതിങ്ങനെയൊന്നും അല്ല കഥ എന്ന് ഈ കൊച്ചെന്നോട് ഭയങ്കരമായിട്ട് പറയുക. അപ്പം എൻ്റെ മനസ്സിൽ ഒന്നുമില്ല ശരിക്ക്. അവിടെ നിന്നാണ് ഞാൻ ഈ ബോട്ട് ജെട്ടിയിലേക്ക് നിൽക്കുന്ന ഒരു ദൃശ്യം മനസ്സിൽ വരുമ്പോൾ ഈ വാതുറന്ന് കിടക്കുന്ന ആ കടലിലേക്കുള്ള വഴിയിൽ ഭയങ്കര അനന്തമായ അതൊരു ഭയങ്കര വിസ്തൃതിയോടെ അത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും വൈകുന്നേരം അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു ബാഗിൽ കുറച്ച് പുസ്തകമൊക്കെ എടുത്തിട്ട് അവിടെ ഒരു വാക്മാനൊക്കെ ഉണ്ട്. അങ്ങനെ പണ്ട് വന്ന് നിന്നൊരു ദൃശ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ദൃശ്യത്തിൽ നിന്നാണ് കടലിരമ്പം എന്ന് പറയുന്ന അപ്പു എഴുതിച്ച കഥ ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ച് ഉറങ്ങിപ്പോയി. ഇവന് ഭയങ്കര കുറ്റബോധമായി. കാരണം അപ്പടെ പിന്നിൽ കാവൽ നിന്നുകൊണ്ട് കഥ എഴുതിക്കേണ്ടതല്ലേ. പക്ഷേ അത് ചെയ്യാതെ ഉറങ്ങിപ്പോയല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ഇവൻ ചാടി എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് ഞാൻ കഥ അവസാനിപ്പിച്ച വരയിട്ടു, അവസാനത്തെ വര ചാടി വീണ് നോക്കിയിട്ട് പറഞ്ഞു, ഓ എൻ്റെ ഈശോയെ, അപ്പം കഥ എഴുതി തീർത്തല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ ഞാൻ സ്കൂളിൽ പോവില്ല, അപ്പോൾ പോകുമ്പോൾ എന്നെയും റേഡിയോ നിലയത്തിൽ കൊണ്ടുപോകണം, അപ്പം റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഒച്ചയൊന്നും വെക്കൂല, ഞാൻ അവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് കടലരമ്പം എന്ന് പറയുന്ന കഥ ഉണ്ടാകുന്നത്. പക്ഷെ അതിനകത്ത് ഇപ്പം നേരത്തെ ലാല് പറഞ്ഞതുപോലെ അല്ലെ സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ കടലിന് അതിൻ്റേതായിട്ടുള്ളൊരു ആത്മീയതയുണ്ട്. അപ്പോൾ ഒരു മോടിക്കെട്ട് വെള്ളം വരുന്നു, ഈ സ്ത്രീ അവിടെ നിൽക്കുന്നു, അവളുടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയതിനു ശേഷം ഒരു മുത്തശ്ശിയാണ് അവളെ നോക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയും മരിച്ചുപോയി. ഈ മുത്തശ്ശിയാണ് ഇവളോട് ചോദിക്കുന്നത് ഈ ഓരോ ചോദ്യങ്ങൾ. അതിൻ്റെ ആ ഒരു ത്രെഡ് പിടിച്ചിട്ട് ഞാനത് എഴുതാൻ തുടങ്ങി. ഈ പെണ്ണ് ചെന്നിട്ട് അവിടെ നിന്ന് അവൾ വീടിൻ്റെ ആ മുറി പൂട്ടിയിട്ട് ആ താക്കോൽ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇവർക്ക് എങ്ങും പോകാനില്ല, എവിടെ പോകണം ഒരു പിടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ ഒരു 60കളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇവിടെ ഈ ലോറിയിലൊന്നും അല്ല സംഗതി എത്തിക്കുന്നത്. അത് എത്തിക്കുന്നത് കഴിയുന്നതും ഈ പഴയ വള്ളങ്ങളുണ്ട്, പനമ്പൊക്കെ വെച്ചിട്ട് അത് കുത്തിയിട്ട് ഓരോ സ്ഥലത്ത് പെഴല അല്ലെങ്കിൽ പോഞ്ഞിക്കര, മുളവുകാട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് ഈ നമ്മുടെ എറണാകുളത്തെ മാർക്കറ്റിൻ്റെ ചന്തക്കുളത്തിൽ നിന്ന് ഇത് കൊണ്ടുപോവുകയും വന്നു. അങ്ങനെ ഒരാൾ ഈ തീരത്തെ ഇവിടേക്ക് വരികയും വരുമ്പോൾ ഈ സ്ത്രീ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവൾക്ക് വല്ലാതെ വിശക്കുമ്പോൾ ഇവിടെ ആകെ ഒരു രൂപയുടെ ഒരു തുട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. തിന്നൊക്കെ ഒന്നും പൈസയൊന്നുമില്ല, എവിടെ പോകണമെന്നറിയില്ല.
ആകെ വാക്മാനും അവളുടെ സഞ്ചി കിടന്ന് കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവള് പെട്ടെന്ന് വിശന്നപ്പോൾ തൊട്ടടുത്ത് കാണുന്ന കടയിൽ നിന്ന് ഒരു പഴം മേടിച്ചിട്ട്, ഒരു പൂവമ്പഴമാണ് ഇവിടെ എടുത്തത്. സാധാ പഴമെന്നാണ് അവൾ കരുതിയത്. പക്ഷെ അത് തിന്നു കഴിഞ്ഞ് അതിൻ്റെ പൈസ ആയിട്ട് 1 രൂപ കൊടുക്കുമ്പോൾ ഈ കടക്കാരൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അതുകൊണ്ട് നിങ്ങളെന്ത് പണിയാണ് കാണിച്ചത്, 2 രൂപയാണ് ഈ പഴത്തിൻ്റെ വില, പൂവമ്പഴം വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് ആകെ ഭയങ്കര. അപ്പോൾ ഈ കടത്തുകാരൻ ശരിക്കും അവിടെ വന്നിട്ട് അയാൾ ഈ പഞ്ചസാരയും മണ്ണെണ്ണയും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അവിടെ വന്ന. എന്നിട്ട് ഇയാളുടെ അതിനകത്ത് 1 രൂപ കൊടുത്തിട്ട് വഴക്ക് അവസാനിപ്പിച്ച് ഇയാൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ത്രീ അയാളോട് ചോദിക്കും, ആ വഞ്ചിയുടെ അണിയത്ത് ഇരിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, ഞാൻ അവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവർ യാത്ര ചെയ്യുകയും ഈ കയറിയ സ്ത്രീയോട് ഇയാളൊരു വാക്ക് മിണ്ടുന്നില്ല, ഒരു കുശലം പോലും അന്വേഷിക്കുന്നില്ല. അങ്ങനെ ഈ യാത്ര മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇയാൾ ഉറങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം വന്നു കഴിയുമ്പോൾ ഇവൾക്ക് തോന്നണം ഈ മനുഷ്യന് ഇതിനകത്ത് ഒരധികപ്പറ്റാണ്. ഇയാളില്ലെങ്കിൽ ഈ കയറിൻ്റെ കെട്ടങ്ങൾ അഴിച്ചു വിടുകയാണെങ്കിൽ, കെട്ടുവള്ളത്തിൻ്റെ കയറിൻ്റെ ഇത് അഴിച്ചു വിട്ടാൽ ഈ കടലിൻ്റെ അനന്തതയിലേക്ക് പോകുമെന്നൊക്കെ ഇവിടെ ചിന്തിക്കുകയാണ്. ആ നിമിഷത്തിലാണ് വല്ലാതെ മഴക്കാർ ഇരുണ്ടുകൂടി. അപ്പോൾ ഇവളുടെ കയ്യിൽ ഒരു ചൗരസിയുടെ ഒരു റിവേഴ്സ് എന്ന് പറയുന്നൊരു കാസറ്റുണ്ട്. അതവൾ വാക്മാനിൽ ഇട്ടിട്ട് ഇവൾ കേൾക്കാൻ തുടങ്ങുകയും അവിടെ വെച്ചിട്ട് ഇത് മുന്നോട്ട് പോവുകയും അപ്പോൾ ഒരു ഭയങ്കര സംഗീതത്തിന് ചൗരസിയുടെ സംഗീതവും അതേപോലെ അല്ലാറക്കയുടെ തബലയുടെ സംഗീതമൊക്കെ ലയിച്ചിട്ട് ഈ മഴ ആർത്ത് പെയ്ത് ഇതങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഈ മിണ്ടാത്ത മനുഷ്യൻ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അവൾ മരിച്ചു പോവുകയും അയാൾ മരിച്ചു പോവുകയും ചെയ്തിട്ട് ഇവിടെ അയാളെ മടിയിലെടുത്ത് അവിടെ തലവെച്ച് നോക്കുമ്പോൾ ഇയാളുടെ ഒരു ചിരിക്കുന്ന മുഖമാണ് ആ മരിച്ച മുഖത്തുള്ളത്. അതായിരുന്നു കടലരുമ്പം. ഇത് അങ്ങേയറ്റത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. ഇതാണ് ആ കഥ. ആ കഥയാണ് പിന്നീട് വായിക്കുകയും മനോരമയുടെ സൺഡേ സപ്ലിമെൻ്റിൽ കടലിരമ്പം എന്ന് പറയുന്ന കഥ ഉണ്ടായതും. ഞാനിതിന് സമയം കൂടുതലെടുത്തിൽ ക്ഷമിക്കണം. നൊറോണയിലേക്ക് വരുമ്പം നമ്മൾ ആ ശരണയുടെ സുവിശേഷം ഞാൻ വായിക്കുന്ന സമയത്ത് അതിനകത്തെ കഥാപാത്രങ്ങൾക്ക് തീർച്ചയായും ആത്മീയതയുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവർ ഈ നിത്യജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ക്രൗര്യങ്ങളും വേദനകളും ഒക്കെ പേറുന്ന മനുഷ്യരാണ്. അവർക്കിടയിലുള്ള അതൊന്ത് പ്രശ്നങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ കടലിനെ ഒരു മെറ്റഫറായിട്ട് തൻ്റെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത്? എന്താണ് ആദ്യം പറഞ്ഞ പോലെ നാത്തുചോത്തിലെ പോലെ ഒരു സ്പിരിച്വാലിറ്റി എന്താണ്? വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യത്തിലൂടെയാണ് ലാല് തുടങ്ങിയത്. കടൽ കണ്ടിരിക്കുമ്പോൾ കടലാണോ വളരുന്നത്, നമ്മളാണോ കണ്ടിരിക്കുന്നത്, നമ്മളാണോ വളരുന്നത് എന്ന് വളരെ മനോഹരമായിരുന്നു അത്. കടലിൻ്റെ ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 തരം ആത്മീയതയാണ് പെട്ടെന്ന് ഞാനിങ്ങനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതിൽ ആദ്യത്തെ ഒരു ആത്മീയത എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് രൂപാന്തരപ്പെടുത്തുന്ന, അല്ലെ മനുഷ്യ മനസ്സിന് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ആത്മീയതയാണ്. രണ്ടാമത്തത് ഒരു അപകടം പിടിച്ച ഒരു ആത്മീയതയാണ്. ഞാൻ രണ്ടിനെക്കുറിച്ചും ഒരു 2 മിനിറ്റ് വീതം സംസാരിക്കാം. നമ്മൾ കാണുന്ന കാഴ്ചകൾ, മനുഷ്യർ കാണുന്ന കാഴ്ചകളിൽ ഒരു 90% ആ കാണുന്ന വസ്തുവിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള കാഴ്ചകളാണെന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. എന്ത് കണ്ടാലും അതിനെ നമുക്ക് സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമില്ലാതെ നമ്മൾ കാണുന്ന കാഴ്ചകളിലൊന്നാണ് കടൽ കാഴ്ച. വെറുതെ കണ്ടാൽ മതി, പോയിരിക്കുക, ആ തിരകൾ ഇങ്ങനെ കടൽ തീരത്തേക്ക് അടിച്ചു കയറുന്നത് കണ്ടിരിക്കുക. നമ്മളത് ആഗ്രഹിക്കുന്നില്ല, അതിനെ കടലിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കടലിനെ പക്ഷെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോർപ്പറേറ്റുകളെ ഞാൻ കൂട്ടിച്ചേർത്ത് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. മാരാരിക്കുളം ഞങ്ങളുടെ കടപ്പുറമൊക്കെ അത് പോയി സ്വന്തമാക്കി, അങ്ങനെ ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട്. എങ്കിൽ പോലും പൊതുവായ ആളുകൾക്ക് അങ്ങനെയാണ്, വെറുതെ കണ്ടിരുന്നാൽ മതി. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളുടെ കേരളത്തിന്റെ ഇത് മലനാടും ഇടനാടും തീരവും കൂടെ ചേർന്നൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇപ്പം നമ്മൾ ഹൈറേഞ്ചിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ മലനിരകളും അവിടുത്തെ സൂര്യോദയമൊക്കെ കാണാനായിട്ട് നമുക്ക് ഒരുപാട് താല്പര്യമൊക്കെ ഉണ്ട്, അത് കണ്ടിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കടലിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, കടൽ നമുക്ക് രാത്രിയും പകലും ഒരുപോലെ കാണാവുന്ന ഒരു സാധനമാണ്. മടുപ്പില്ലാതെ രാത്രിയും പകലും ഒരുപോലെ കാണാവുന്ന
മലയോരത്തെ കാഴ്ചകൾ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. പിന്നെ മറ്റു കാഴ്ചകൾ എപ്പോഴും കണ്ടിരുന്നാലും കുറേ നേരം കണ്ടിരുന്നാലും മടുപ്പ് തോന്നും. കടൽ അങ്ങനെയല്ല, കണ്ടിരിക്കും തോറും അത് നമ്മളെ വളർത്തുന്നുണ്ട്. അങ്ങനെ ഒരു ആത്മീയതയുണ്ട് കടലിൽ. ഒരുപാട് വിഷമമായിട്ട് പോയിട്ട് നമ്മൾ കടൽ തീരത്ത് പോയി ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു തണുപ്പും ഒരു സ്വാന്തനവും ഒക്കെ കിട്ടാറുണ്ട്. അത് എവിടുന്നാണ് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. എങ്ങനെയാണ് നമ്മൾ വളരുന്നതെന്ന് അറിയില്ല. ഒരുപാട് നിരവധി എനിക്ക് പരിചയമുള്ളവരും എൻ്റെ ഗ്രാമത്തിലുള്ളവരും കെ സെബാസ്റ്റ്യൻ ചേട്ടനെ അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവരാണെങ്കിൽ പോലും, കടലിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ പോലും, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ആ കടൽ തീരത്ത് പോയിരുന്നാൽ ആ കച്ചാൻ കാറ്റുമൊക്കെ ഏറ്റി ഇരിക്കുമ്പോൾ ഒരു തണുപ്പ് മനസ്സിന്, അങ്ങനെ ഒരു കടലിനൊരു ആത്മീയതയുണ്ട്. നമ്മളത് ഹെമിംഗ്വേയുടെ കിഴവനും ഓൾഡ് മാൻ ആൻഡ് സീയിൽ നമ്മളത് കാണുന്നുണ്ട്. അതിൻ്റെ മൂർത്തഭാവവും നമ്മൾ അതിനകത്ത് അനുഭവിച്ചറിയുന്നുണ്ട് ആ നോവൽ വായിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഒരു ആത്മീയത കടലിനുണ്ട്. കടലിനെ വെറുതെ കണ്ടിരിക്കുക, ആ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുക, നമ്മിൽ തന്നെ എന്തൊക്കെയോ ഒരു രാസമാറ്റം ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു അപകടകരമായ ആത്മീയത എന്ന് പറയുന്നത്, നമുക്കറിയാം കടലിൻ്റെ ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ അത് കടലിൻ്റെ മാത്രമല്ല, കടലോര ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുടെ ഒരു ആത്മീയത കൂടെയാണ്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ അത് വ്യക്തമാകുമെന്ന് വിചാരിക്കുന്നു. രണ്ടുപേര് രാവിലെ എഴുന്നേറ്റ് മീൻ പിടിക്കാനായി കടലിലേക്ക് പോകുന്നു. ഒരേപോലുള്ള രണ്ട് വള്ളങ്ങൾ, ഒരേപോലുള്ള ചൂണ്ട, ഒരേ സ്ഥലത്ത് രണ്ടുപേരും 10 അടിയോ 20 അടിയോ അകലെ മാറി ഇരുന്നിട്ട് അവർ ചൂണ്ടയിടുന്നു. ഒരാളുടെ ചൂണ്ടയിൽ മീൻ കുരുങ്ങുന്നു, മറ്റൊരാളുടെ ചൂണ്ടയിൽ വൈകുന്നേരമായിട്ട് പോലും മീൻ കുരുങ്ങുന്നില്ല, മീൻ കൊളുത്തുന്നില്ല. അപ്പോൾ ഒരാൾക്ക് മീൻ കിട്ടുന്നു, മറ്റൊരാൾക്ക് മീൻ കിട്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഇതൊരു ശാസ്ത്രത്തിനും ഇയാൾക്ക് മീൻ കിട്ടിയതും മറ്റേയാൾക്ക് മീൻ കിട്ടാതെ പോയതിനെ കുറിച്ച് ഒരു ശാസ്ത്രത്തിനും അയാൾക്ക് ഒരു ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ ഇന്നോളമുള്ള ഒരു കണ്ടുപിടുത്തങ്ങൾക്കും അതിനൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഒരാൾക്ക് മീൻ കിട്ടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓപ്പോസിറ്റുള്ള ആൾക്ക് മീൻ കിട്ടാതെ പോകുന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരു പശ്ചാത്തലം ഈ കടലോര ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയത അവരിൽ അറിഞ്ഞോ അറിയാതെ രൂപപ്പെട്ടു പോകും. ഈ ആത്മീയ അടിത്തറയുടെ ചുവട് പിടിച്ചാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്നതിന് മുൻപായിട്ട് തൊട്ടടുത്തുള്ള കുരിശടിയിൽ പോയി ഒരു തിരി കത്തിക്കുകയോ, തൊട്ടടുത്തുള്ള അമ്പലത്തിന്റെ ആ തീരത്തോട് ചേർന്നുള്ള അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഈ വള്ളം 3 പ്രാവശ്യം ഒന്ന് വട്ടം കറക്കി പോയാൽ എനിക്ക് മീൻ കിട്ടുമെന്ന് പറയുകയോ, അല്ലെ കടൽ തീരത്തുള്ള ഒരു പാതിരിയച്ഛൻ ഞങ്ങളുടെ കടലിന്റെ വള്ളത്തേലുള്ള ഒരു കൊടി വെഞ്ചരിച്ചാൽ ഞങ്ങളുടെ വള്ളത്തേൽ മീൻ കയറുമെന്നുള്ള ഒരു വിശ്വാസമോ, അത്തരം ഒരു ആത്മീയമായ വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് തീരദേശത്തെ ജനം. അത് അവർ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ അപകട അവസ്ഥ എന്ന് വെച്ചാൽ, ഇത് ചൂഷണം ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ കാറൽ മാക്സ് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ദിവസക്കൂലി എന്ന് പറയുന്നത് അവന്റെ മാംസരക്തങ്ങളുടെ കൂലിയാണെന്ന് പറയുന്നത്. ഇത് വളരെ മഹത്വകരമായിട്ടുള്ള ഒരു കാര്യമാണ്, ശാരീരികമായ അവന്റെ അധ്വാനം. അവൻ രാവും പകലും ഇവൻ കടലിൽ പോയി മല്ലിട്ട് അവന്റെ ഈ അധ്വാനത്തിന്റെ ഫലമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ആത്മീയതയ്ക്ക് കിട്ടിയ പ്രതിഫലമായി മാറുന്ന ഒരു അപകടകരമായ അവസ്ഥയുണ്ട്. ഈ അപകടകരമായ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഒരു ആത്മീയ ചൂഷക വൃന്ദം ഈ തീരദേശത്തിന് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കടൽ ഒരുപോലെ തന്നെ അതിനെ മനുഷ്യനെ സാന്ത്വനപ്പെടുത്തുന്ന, അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു ആത്മീയത ഉള്ളതുപോലെ തന്നെ അവനെ ചൂഷണം ചെയ്യുന്ന ഒരു അപകടകരമായ ആത്മീയതയുമുണ്ട്. താങ്ക് യു. ഓക്കെ, നമ്മളിതിൽ വിശ്വാസത്തിന്റെ ഒരു കാര്യമാണല്ലോ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഈ കടലിന് ഇപ്പം ചെമ്മീൻ എന്ന സിനിമയൊക്കെ ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പം ഈ പുരുഷൻ മത്സ്യബന്ധനത്തിനെ മുക്കുവൻ കടലിലോട്ട് പോകുമ്പം അയാളുടെ ഭാര്യ കുടിലിൽ ചരിത്ര ശുദ്ധി വലിയ ആധിപത്യം സൂക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട്. ഇതൊക്കെ കാലത്തിന് അനുസരിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം വിശ്വാസങ്ങൾ ഇപ്പോഴത്തെ തീരദേശത്തിൽ എങ്ങനെയാണുള്ളത്? ഇതിനെക്കുറിച്ച് എന്താ കെ സെബാസ്റ്റ്യന് പറയുള്ളൂ? ഈ ചെമ്മീനിൽ ലാല് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അന്തർധാരയായിട്ട് കിടക്കുന്നത് ഒരു വിശ്വാസമാണ്. മത്സ്യബന്ധനത്തിന് പുരുഷൻ കടലിൽ പോകുമ്പോൾ കരയിലുള്ള സ്ത്രീ അവളുടെ ചാരിത്ര്യം ശുദ്ധിയായിട്ട്
ശുദ്ധമായിട്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ സൂക്ഷിക്കണം എന്നുള്ള ഒരു വിശ്വാസം. ഇത് കടൽ തീരത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒരു 40-50 കൊല്ലം മുൻപുള്ള ഓരോ സ്ഥലങ്ങളിലും ഇത്തരം വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മളെല്ലാം വായിച്ചിട്ടുള്ള പുസ്തകമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഇതിഹാസത്തിൽ വിജയൻ പറയുന്നത് ആദ്യകാലങ്ങളിൽ പനചെത്താൻ വേണ്ടി ഒരു ചെത്തുകാരൻ ചെല്ലുമ്പോഴേക്കും ഈ തെങ്ങ് തല കുമ്പിട്ട് കൊടുക്കുമായിരുന്നുള്ള. ചെത്തുകാരൻ തളപ്പിട്ട് മുകളിൽ വരെ കയറി അധ്വാനിക്കേണ്ട കാര്യമില്ല, പിന്നെ തല കുമ്പിട്ട് കൊടുക്കുന്ന തെങ്ങിലേക്ക് കയറിയിട്ട് തെങ്ങി എത്തിയാൽ മതി. ഇത് ശബരിമലയ്ക്ക് അയ്യപ്പന്മാർ പോകുമ്പോഴേക്കും ഈ അയ്യപ്പൻ തിരിച്ചു വരുന്നവരെ, കാരണം അന്ന് ഇന്നത്തെ പോലെയല്ല, ഇത്രയും അർബനൈസേഷൻ അവിടെ വന്നിട്ടില്ല, പുലിയും രാജവെമ്പാലയും ആനയും സംഭവങ്ങളും ഉള്ള കാലമാണ്. അയാൾ തിരിച്ചു വരുന്നത് വരെ അവരുടെ പൂജാമുറിയിൽ കൊളുത്തി വെച്ച വിളക്ക് അല്ലെങ്കിൽ കിടാവിളക്ക് അണയാതെ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല, അത് ഈ പെണ്ണ് അയാളെ പിന്നെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ ആരോ ആയിക്കോട്ടെ, അവരത് കൃത്യമായിട്ട് സൂക്ഷിക്കുകയും ചാരിത്രശുദ്ധി പാലിക്കുകയും ചെയ്യണം എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തതുപോലെ ഈ ഫെമിനിസത്തിൻ്റെ ഒന്നും അംശങ്ങൾ കുറഞ്ഞ ഒരു കാലത്ത് അത്തരം ചില വിശ്വാസങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത് മോശമാണോ ശരിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നത് അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വമൊന്നും ഇല്ല, അത് പുരുഷനും കൂടി ചേരുന്നതാണ് കുടുംബം, പുരുഷനും ഉത്തരവാദിത്തങ്ങളുണ്ട്, സ്ത്രീയുടേത് മാത്രമല്ല എന്ന് വന്നിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ പതിയെ ഇങ്ങനെ ഡയല്യൂട്ടായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തീരദേശത്ത് മാത്രമല്ല, അതിപ്പോൾ ഇന്നാൾ ഈ തകഴിയുടെ ചെമ്മീൻ ബേബിക്കുട്ടൻ എന്ന പേരുള്ളൊരു പ്രൊഫഷണൽ നാടകകൃത്ത് അത് നാടകമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അതിന് ധീവരസഭക്കാർ എതിർക്കുകയുണ്ടായി. അത് പറ്റില്ല, ഞങ്ങൾ ആക്ഷേപിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പഴയ അമ്മമാരെ സ്ത്രീകളെ ആക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ആ നാടകം അവതരിപ്പിക്കുന്നത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ തുമ്പോളിക്കടപ്പുറം എന്ന് പറഞ്ഞ സിനിമ ആദ്യം ഷൂട്ട് ചെയ്തത് തുമ്പോളിയിലായിരുന്നു. തുമ്പോളി വെച്ച് അവിടെ വന്നപ്പോഴേക്കും അവിടെയും പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളുടെ ചെത്തിയിലാണെന്നാണ് ഈ സിനിമയിൽ അവസാനം ഷൂട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ചില പ്രത്യേക ഏരിയകളെ ഇങ്ങനെ സ്പർശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും അവരുടെ പൂർവ്വ മാതാക്കന്മാരെ അല്ലെങ്കിൽ പൂർവ്വ പിതാക്കന്മാരെ ആക്ഷേപിക്കുകയാണ് എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ വരുന്നുണ്ട്. കാരണം മനുഷ്യർ ആധുനികരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിന്നെ കടത്തീരമായിക്കോട്ടെ, പിന്നെ പാലക്കാട്ടെ പിന്നെ പന എത്തുന്നവരായിക്കോട്ടെ, കുട്ടനാട്ടിൽ മട വീഴുമ്പോഴേക്കും പണ്ട് ആൾക്കാരെ ബലി കൊടുക്കുമായിരുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള അത്തരം റിച്വൽസ് മാറിയിട്ട് മനുഷ്യൻ ആധുനികനാകുമ്പോഴേക്കും ഇത്തരം സംഗതികളും മാറുന്നുണ്ട്. ഇതെല്ലാ സ്ഥലങ്ങളിലും ഈ സംഭവം ഉണ്ടായിരുന്നുള്ളതാണ്. കാരണം ഇത് അമ്മമാർ എന്നൊക്കെ പറയുന്നത്, നമ്മളുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അമ്മ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു അച്ഛൻ, എൻ്റെ സ്ത്രീലിംഗം അല്ലെങ്കിൽ മക്കളുടെ അമ്മ എന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ഇതിന് വലിയ വലിയ ആഴങ്ങളുള്ള അർത്ഥമുണ്ട്. നമ്മുടെ പാരമ്പര്യം പറയുന്നത് 10 വൈദ്യന്മാർക്ക് തുല്യമാണ് ഒരു ഭാര്യ എന്നാണ്. 10 ഡോക്ടേഴ്സ് നമുക്ക് ചെയ്യാവുന്ന ധർമ്മങ്ങൾ ചെയ്തു തരുന്ന ആളാണ് നമ്മുടെ ഭാര്യ. 10 ഭാര്യമാർ ചെയ്യുന്ന ധർമ്മങ്ങൾ ഒരു സൂര്യന് ചെയ്യാൻ പറ്റും. സൂര്യൻ എല്ലാ ഊർജ്ജങ്ങളുടെയും ഉറവിടമാണ്, ഊർജ്ജങ്ങളുടെ ദാതാവാണ്. അതേപോലെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു സൂര്യന് മാത്രമേ ഇടമുള്ളൂ. ആ സൂര്യൻ 1 ഇഞ്ച് മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന പച്ചപ്പ് മുഴുവൻ കരിഞ്ഞു പോകുമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. ഈ നമ്മുടെ പാരമ്പര്യം പറയുന്നു അമ്മ എന്ന് പറയുന്നത് 10 സൂര്യന് തുല്യമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, 10 സൂര്യന് തുല്യമാണ് ഒരു അമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ എന്ന് പറയുന്നതിന് നമ്മുടെ പാരമ്പര്യം കൽപ്പിക്കുന്ന വില എന്ന് പറയുന്നത് വളരെ വലുതാണ്. ചിലപ്പോൾ അത് അവളെ ഒരു ചൊൽപ്പടി നിർത്താൻ വേണ്ടിയോ ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവളെ ചൊൽപ്പടി നിർത്താൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കഥയോ ആകാം. പക്ഷെ എന്നാലും അമ്മയുടെ ഒരു എനർജി എന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതിനൊക്കെ വളരെ വളരെ വലുതാണ്. എത്രമാത്രം ക്ഷമിച്ചാലും സഹിച്ചാലും. നമ്മളൊരു വാട്സാപ്പിൽ ഒരു സംഭവം കേട്ടതാണ്. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അവൻ നനഞ്ഞു പോവുകയാണ്. അപ്പോൾ അവൻ ഇത്ര അധികം പ്രസംഗിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു, അവൻ്റെ സ്വഭാവത്തിന് കിട്ടിയ പണിയാണിത്, അവനെ അനുഭവിക്കണം. അവൻ്റെ സഹോദരിയും പറഞ്ഞു, ഇവൻ ഇത്തിരി കുസൃതിയാണ്, ഇവനൊരു എല്ല് കൂടുതലാണ്. പക്ഷെ അവൻ്റെ അമ്മ മാത്രം പറയുന്നു, എൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം മേഘങ്ങളെ നിങ്ങൾക്ക് പെയ്തുകൂടായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളാണ് അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ വിലയൊന്നും നമുക്ക് കുറച്ച് തരാൻ പറ്റില്ല. അത് നമ്മൾ ഈ പുതിയ ടെർമിനോളജി വെച്ചുകൊണ്ട് അമ്മയെ അളന്നാൽ എത്ര കണ്ട് ശരിയാകുമെന്നും എനിക്കറിയില്ല. പക്ഷെ അമ്മ സാധാരണ വെറും ഒരു സ്ത്രീ അല്ല എന്നുള്ളതാണ്.
അമ്മ തന്നെയാണ്. അതിന് വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. 10 സൂര്യനല്ല, ചിലപ്പോൾ 100 സൂര്യനേക്കാളും വലുതാണ്, മഹത്വമാർജിച്ച ഒരാളാണ് അമ്മ. തീർച്ചയായും ഈ കടൽ തീരത്തെ സ്ത്രീ എന്ന് പറയുന്നത് വളരെ ശക്തി തന്നെയാണ്. പുരുഷൻ കടലിൽ പോയി മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്നു, ഈ സ്ത്രീ കൊണ്ട് ലഭിക്കുന്നു. ഭൂരിഭാഗം പ്രദേശങ്ങളിൽ സ്ത്രീകളാണ് ഒരു കുടുംബം തീരദേശങ്ങളെ നയിക്കുന്നത്. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ കടൽ അമ്മ സ്ത്രീ സങ്കല്പമൊക്കെ ശക്തമാകാൻ കാരണം തോന്നുന്നു. ശരിക്കും പറഞ്ഞ ഒരു കടൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് എന്തുകൊണ്ടാണ് നഷ്ടമായത്? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതെനിക്ക് തോന്നുന്നത് ഈ അച്ഛൻ എന്ന് പറയുന്നത് ഒരു 100-150 കൊല്ലം മുമ്പ് അച്ഛൻ എന്ന് പറയുന്നത് വലിയൊരു റിയാലിറ്റി ആയിരുന്നു എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ റിയാലിറ്റി ആകാൻ തുടങ്ങിയതൊക്കെ ഇന്നളൊക്കെയാണ്. നമ്മൾ രാജാരവിവർമ്മയുടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ടല്ലോ, ദേർ കംസ് പപ്പ, ദാ അച്ഛൻ വരും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ അച്ഛനെ കാണിക്കുന്നില്ല, അമ്മ കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനെന്ന് പറയുന്ന ഒരു 100-150 കൊല്ലം മുമ്പ് ഒരു റിയാലിറ്റി ആയിരുന്നില്ല, അമ്മ തന്നെയാണ് സത്യം. അതുകൊണ്ടായിരിക്കാം പ്രകൃതി എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ എത്രയോ കൊല്ലങ്ങളായിട്ട്, എത്രയോ നൂറ്റാണ്ടായിട്ട്, സഹസ്രാബ്ദമായിട്ട് ഈ പടിഞ്ഞാറ് കടൽ കാണും. അപ്പോൾ ആ കടലിനെ ഓർക്കുമ്പോൾ അച്ഛനെ ഓർക്കാതെ അമ്മയെ ഓർക്കുന്നതിൽ ആ ഒരു ഇത് കാണും. കാരണം വളരെ പുരാതനമായിട്ട് തന്നെ അമ്മയ്ക്ക് കൽപ്പിക്കുന്ന ഒരു മാതൃപൂജയെന്നോ മാതൃഭാവം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അംശമായിരിക്കാം അവന് കിട്ടിയിട്ടുള്ളത്. ഞാൻ നൊറോണിലേക്ക് വരാം. സിനിമയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും കടൽ ബേസ് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ചെമ്മീനാണല്ലോ. പക്ഷെ നമ്മൾ നോക്കുമ്പം ചെമ്മീനിലെ സ്ത്രീകൾ ഇട്ടിരിക്കുന്ന അതേ ആ ഒരു കള്ളിമുണ്ടും അതേ ബ്ലൗസും ഇത്രയും കാലം നമ്മൾ 2025 എത്തി നിൽക്കുമ്പോഴും സിനിമയിൽ കടലോരം കാണിക്കുമ്പോൾ സ്ത്രീയുടെ വേഷം മാറിയിട്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഭൂരിഭാഗം കൺസെപ്റ്റിൽ വന്നു നിൽക്കുന്നത് കള്ളിമുണ്ടും ഈ ഒരു ബ്ലൗസുമാണ്. എന്തുകൊണ്ടാണ് മലയാള സിനിമ ഈ തരത്തിൽ നമ്മുടെ കടൽ ഇപ്പം സാഹിത്യത്തിൽ സ്വീകരിക്കാത്ത പോലെ തന്നെ എന്തുകൊണ്ടാണ് സിനിമയിലും ഇത്തരം മാറ്റങ്ങൾ വരാത്തത്? നിങ്ങൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കും. സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളത് ഞാനത് ഒന്ന് തിരുത്തുകയാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സിനിമാ മേഖലയുമായിട്ട് അങ്ങനെ അത്രയും ബന്ധമൊന്നുമില്ല. തൊട്ടപ്പൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കഥ ഷാനവാസ് കെ ബാവുകുട്ടിയെ എടുത്ത് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം സിനിമ ചെയ്തു. ഞാൻ ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒരു 6 ദിവസം കണ്ടു. അത്രയേ ഉള്ളൂ എനിക്ക് സിനിമയായിട്ടുള്ള പരിചയം. എങ്കിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും സിനിമ കാണുന്ന ഒരാളെന്ന നിലയിലും അല്ലെങ്കിൽ ഒരു പൊതുജനത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലും എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയും. മലയാള സിനിമയിൽ നമ്മൾക്കെപ്പോഴും കടലിനെ കുറിച്ച് പറയുമ്പോൾ കടലിൻ്റെ ഒരു തനിമ അല്ലേ, അതാണ് നമ്മുടെ അത് തനിമ വരുന്നുണ്ടോ കഥയിലും സിനിമയിലും മറ്റു കലാരൂപങ്ങളിലും കടലിൻ്റെ തനിമ വരുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. ചെമ്മീനിൽ യഥാർത്ഥ കടലാണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളുടെ വേഷവിധാനം അതാണോ എന്നൊക്കെയുള്ളത്. ഇത് കൃത്യമായിട്ടും കടലിൻ്റെ തനിമയെക്കുറിച്ച് നമ്മൾ അതേപോലെ വരണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു നീണ്ട ഒരു പശ്ചാത്തലവും ചരിത്രവുമുണ്ട്. അത് നമ്മൾ പഠിക്കണം. അതെനിക്ക് ഈ ഒരു ചെറിയൊരു സെഷനിൽ അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പെട്ടെന്ന് അതിൻ്റെ ചുരുങ്ങിയ രീതിയിൽ ഞാനത് പറയാൻ ശ്രമിക്കാം. കാരണം എന്ന് വെച്ചാൽ മറ്റു ദേശങ്ങളെ പോലെ അല്ല കടൽ. കടലൊരു സമ്പർക്ക പ്രദേശമാണ്. അതായത് നമ്മളുടെ ഇന്ത്യ ചരിത്രം പരിശോധിച്ചാലും വിദേശ രാജ്യങ്ങൾ മുഴുവൻ വന്നു ചേർന്നത് അതിൻ്റെ കവാടം എന്ന് പറയുന്നത് കടൽ തീരമാണ്. കടലിലൂടെ വാസ്കോഡഗാമ തൊട്ടുള്ള നമ്മൾ വിമാനങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത് നമ്മൾ എൻട്രി പോയിന്റ് എന്ന് പറയുന്ന കടലാണ്. അപ്പോൾ ഈ കടലിന് ഒരു തനിമയെന്ന് പറയാനായിട്ട് അതിന് കൃത്യമായിട്ടൊരു തനിമയില്ല. സമ്പർക്ക പ്രദേശമായതുകൊണ്ട് അവിടുത്തെ ഭാഷ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടുത്തെ വേഷം ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പൊ കടൽ തീരത്തെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൃത്യമായിട്ടൊരു വേഷം നമ്മൾക്ക് ഒരു കടൽ തീരത്തിന് നമുക്ക് ചാർത്തി കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ തൊട്ട് പുറക്കാട് വരെയാണ് നമ്മളുടെ ഒരു ബെൽറ്റിലുള്ള ഒരു കടൽ തീരം എന്ന് പറയുന്നത്. അശരണ സുവിശേഷത്തിൽ ഞാൻ അത്രയും സ്ഥലമാണ് ഭൂമികയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പ്രദേശത്തെ സ്ത്രീയുടെ വേഷം ഏതാന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും പറയാനായിട്ട്. കാരണം നമ്മൾ കൊല്ലം തങ്കശ്ശേരിയിലേക്ക് പോകുമ്പോൾ തങ്കശ്ശേരി കടപ്പുറത്ത് കാണുന്ന ഒരു സ്ത്രീ ഉടുക്കുന്നത് കവായവും മുണ്ടുമായിരിക്കും. അത് കവായവും മുണ്ടും എന്ന് പറയുന്നത് ഈ സമ്പർക്ക സാന്നിധ്യത്തിൽ നിന്ന് വന്നത്, അത് മലേഷ്യയിൽ നിന്ന് വന്നതാണ് കവായവും മുണ്ടും. അപ്പോൾ ഈ കടൽ തീരത്ത് നാനാവിധമായ വേഷങ്ങൾ ഉണ്ടാവാം. അതിന് കൃത്യമായൊരു വേഷമെന്ന് പറയാൻ പറ്റില്ല. സാരി ഉണ്ടാവാം, സൽവാർ കമ്മീസ് ഉണ്ടാകാം. ഇപ്പോഴത്തെ കടൽ തീരത്ത് നോക്കി നമ്മളുടെ കടൽ തീരത്തുള്ള പെൺകുട്ടികൾ അണിയുന്നത് കടൽ തീരത്തിൻ്റെ വേഷമാണോ? അല്ല.
അവർ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വേഷമാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ കടൽ തീരത്തിനായിട്ട് ഒരു പ്രത്യേക ഒരു വേഷം എക്കാലത്തും നിലനിന്നിട്ടില്ല. അത് എക്കാലത്തും അത് അന്ന് വന്നിട്ടുള്ള ആളുകളിൽ നിന്നും വേഷത്തിൽ മാത്രമല്ല, ഭാഷയിൽ പോലും, നമ്മുടെ ഭാഷയിൽ പോലും ഈ ഒരു ഇത് വന്നിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കടൽ തീരത്തിൻ്റെ ഭാഷയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ ഉദയംപെരൂർ സുനകദോസിൻ്റെ കാനോനികകളിലാണ് ഇത് പ്രത്യക്ഷമായിട്ട് വരുന്നത്. അത് ആ കാനോനിക എഴുതിയത് ഇവിടെ കൊച്ചി കടപ്പുറത്തെ പള്ളുരുത്തി സ്വദേശിയായ യാക്കോബ് കത്തനാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചിയുടെ ഒരു ഭാഷ ഇത് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പദങ്ങൾ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ, മലയാള പദമെന്ന് കരുതി നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ ഇത്തരം വിദേശ സമ്പർക്കം മൂലം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾക്കത് കൃത്യമായിട്ടും ഒരു വേഷം നമുക്കൊരു ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ഈ സിനിമയിൽ വരുമ്പോൾ ഇത് കടൽ തീരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ലാലേ. എനിക്ക് തോന്നുന്നത് ഒരു മുസ്ലിം കഥാപാത്രത്തെ ഒരു കാലഘട്ടം വരെ കാണിക്കുമ്പോഴും ഒരു പ്രത്യേകമായ ഒരു ഉടുപ്പ് അല്ല, ഇവിടെ ഇങ്ങനെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു പ്രത്യേക ഒരു സ്റ്റിച്ചുള്ള ഉടുപ്പാണ് ഈ മുസ്ലിം വനിതകൾക്ക് കൊടുത്തിരുന്നത്. പക്ഷേ ആ ഉടുപ്പ് ഇപ്പോൾ ആരും ഉടുക്കാറൊന്നുമില്ല. നമ്മളുടെ വേഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ഐഡൻറ്റിറ്റിയെ, നമ്മുടെ സ്വത്വബോധത്തെ മാറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അത് വേറൊരു ചർച്ചയാണ്. എങ്കിൽ പോലും നമ്മൾക്ക് കടൽ തീരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വേഷം, ഒരു സ്ത്രീയുടെ വേഷം എന്താണെന്ന് ഇന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് വെച്ചാൽ ഒരു ലോകം, ഒരു ആഗോള തലത്തിൽ ഒന്നായി അല്ലെ, ഒരു ഗ്രാമം പോലെ ആയിപ്പോയി. അപ്പോൾ ഏത് വേഷവും അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് പഴയകാല സിനിമകളുടെ ഒരു തുടർച്ചയെന്ന പോലെ ചിലപ്പോൾ ആ പഴയ കാലം കാണിക്കേണ്ടി വരുന്നതിന് സംവിധായകൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ചെമ്മീൻ പോലുള്ള സിനിമകളുടെ ഒരു പശ്ചാത്തലമായതുകൊണ്ടായിരിക്കാം ആ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം ചെയ്യുന്ന ആളോട് ഇങ്ങനെ ചിലപ്പോൾ നിർദ്ദേശം നടത്തുന്നത്. അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂം ഡിഫൈൻ ചെയ്യുന്ന ആളുടെ ഒരു കടലിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനക്കുറവ് കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ കടൽ തീരത്തിൻ്റെ സ്ത്രീകൾക്ക് മാത്രമായി ഒരു പ്രത്യേക വേഷം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ ഒരു പരിമിതമായ അറിവെന്ന് പറയട്ടെ. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണ്ട ഒരു വിഷയം കൂടിയാണ്. അത് നമുക്ക് കൂടുതൽ നേരം സംസാരിക്കാനായിട്ട് നമുക്ക് സമയം അനുവദിക്കുന്നില്ല. താങ്ക് യു. സമയം തീരാണ്. അതിനു മുമ്പ് നെറോണ പറഞ്ഞു നിർത്തിയത് നമ്മുടെ തീരദേശത്തിൻ്റെ ഒരു പദാവലിയെ കുറിച്ചുകൂടി സൂചിപ്പിച്ചില്ല. അപ്പോൾ നമ്മൾ ഈ ഹോർത്തൂസിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാദേശിക പദങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഒരു യാത്ര നടത്തിയിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് തീരദേശത്ത് ചെന്നപ്പം അവരൊരു വാക്ക് നിർദ്ദേശിച്ചു, പറക്ക് എന്നായിരുന്നു. പറക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്രാവിൻ്റെ ചിറക് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു വാക്കായിട്ട് നമ്മളത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വളരെ ശക്തമായ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വളരെ പദാവലി തീരദേശത്തിനുണ്ട്. പക്ഷേ ഇതെല്ലാം സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, അത് കൃതികളിൽ വരുന്നില്ല. ഈവൻ ചെമ്മീനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് ചെമ്മീനിൽ തീരദേശത്തെ ഭാഷ ഉപയോഗിച്ചിട്ടില്ല, ഏതാണ്ട് 2 വാക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ്. ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ സേതുവാസിനത് കാര്യം? അത് പൊതുവെ പറയുന്നത് ഈ തകഴി ഒരു നായരാണ്. അപ്പോൾ തീരദേശത്തെ ഒരു ജീവിതം അദ്ദേഹത്തിന് എങ്ങനെ അറിയാം എന്നുള്ള ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ പൊന്നി എഴുതിയ മലയാറ്റൂർ രാമകൃഷ്ണനും ഇങ്ങനെ ഒരു സംഭവം നേരിട്ടുണ്ട്. കാരണം ആദിവാസികളുടെ കഥയാണ്. അപ്പോൾ തകഴിയുടെ കാര്യം, പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, തകഴിയുടെ കാര്യം എനിക്കറിയാം. തകഴിയുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരദേശത്തുള്ള ഏതോ ഒരു യുവാവ് ഒരു നോവൽ എഴുതിയിട്ട് അത് തകഴിയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. എന്നിട്ടും അദ്ദേഹം അടിച്ചെടുത്തു എന്ന രീതിയിലാണ് ഇന്ന് പ്രചരിക്കുന്ന ഒരു കഥ. അപ്പോൾ എനിക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവമല്ല. അതായത് പണ്ടിങ്ങനെ നമ്മൾ എന്ത് എഴുതുമ്പോഴും അവതാരിക വേണം, അവതാരിക. അങ്ങനെ കെ കുന്നത്ത് എന്നു പേരുള്ളൊരു മനുഷ്യൻ, അങ്ങനെ ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള തീരദേശ ഗ്രാമം എന്ന് പറയുന്നത് വലിയഴിക്കലാണ്. അതിന് വടക്കുള്ളത് തറയിൽക്കടവ് സ്വദേശിയാണ്. അപ്പോൾ അയാൾ അറബിക്കടൽ എന്ന പേരിൽ ഒരു നാടകം എഴുതിയിട്ട് തകഴിയെ കാണിക്കാൻ വേണ്ടി ചെന്നു. തകഴി നല്ല ഒരു അവതാരിക എഴുതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ നോവൽ വരുന്നത്. നോവലിൽ അദ്ദേഹം ആശ്രയിച്ചിട്ടുള്ളത് മിക്കവാറും നമ്മൾ നേരത്തെ പറഞ്ഞ കിഴവനും കടലും തന്നെയാണ്. ഈ നോവലിൽ ഈ തീരദേശത്തിൻ്റെ കഥ അല്ലെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ നോവൽ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഈ തകഴിക്ക് തീരദേശത്തിനായിട്ടുള്ളത്. ഒന്ന് ഒഴിച്ചുകുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരത്ത് നിന്ന് ഈ കുറച്ച് ദൂരം ചെല്ലുന്നത് വരെ ഇങ്ങനെ കടൽ തിരകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞൊറിയും, പാവാട പോലെ ഇങ്ങനെ ഞൊറിയുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുളത്തിലെ വെള്ളം പോലെ ശാന്തമാണ്. അപ്പോൾ ഈ സ്ഥലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളക്കാർക്ക് ആർക്കും പോകാൻ പറ്റും. പിന്നെ ഫിഷിംഗ് ബോട്ടൊക്കെ പ്രശ്നമില്ല, കാരണം അവർ പോകുന്നത് ഹാർബറിൽ നിന്നാണ്. അപ്പോൾ നാടൻ വെള്ളക്കാർ കരയിൽ നിന്ന് പോകുമ്പോഴേക്കും ഈ ഒഴിച്ചുകുത്ത് കടന്ന് വേണം പോകാൻ. ഇത് അത്രേ ഉള്ളൂ. നമ്മുടെ തീരത്ത് നിന്ന് ഒരു പ്രത്യേക ഏരിയ വരെയുള്ള സമൂഹം ഇങ്ങനെ ഞൊറിവുണ്ടാവും, തിരകളും ഓളങ്ങളൊക്കെ ആയിട്ട് ശക്തമായിരിക്കും. ആ വാക്ക് ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്
കൂടം എന്ന വാക്കാണ്. കൂടം. കൂടം എന്ന് പറയുന്നത് ഈ മത്സ്യബന്ധന ഉപകരണങ്ങളോ ഉണക്കിയ മത്സ്യങ്ങളോ ഈ മത്ത് നെയ്യ് പോലെയുള്ള സാധനങ്ങളൊക്കെ സംഭരിച്ച് വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഗോഡൗണാണ്, ഷെഡാണ്. അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത്സ്യത്തിൻ്റെ വ്യാപാരികളെ മത്സ്യ വ്യാപാരികളെ പണ്ട് ആൾക്കാർ പറയുന്നത് കൂടക്കച്ചവടക്കാരെന്നാണ്. കൂടക്കച്ചവടക്കാർ ഇങ്ങനെ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ നോവലാണെന്ന് വിശ്വസിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം ഇത് മോഷ്ടിച്ചതാണെങ്കിൽ തീരദേശത്ത് ഒരുപാട് വാക്കുകൾ ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഉണ്ടാക്കിയ സംഭവമില്ല. അയാൾക്ക് അദ്ദേഹത്തിന് അറിയാമെന്ന കാര്യങ്ങൾ ചെയ്ത സംഭവങ്ങൾ. തകഴിയെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അദ്ദേഹം ഒന്നാം തരം ഒരു എഴുത്തുകാരനാണ്. എഴുത്തുകാരൻ എന്ന് പറയാവുന്ന വലിയ എഴുത്തുകാരനാണ്, കൃതഹസ്ഥനായ എഴുത്തുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മോഷ്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചില പ്രയോഗങ്ങളോ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. മോഷ്ടിച്ചു നമ്മൾ പറഞ്ഞില്ല. അങ്ങനെ ഒരു വാദമുണ്ട്. ഈ സർവ്വ ബാറിലും എന്താ ചിന്തിക്കുക, സർവ്വ ബാറിലും കളർ ഷാപ്പിലും ഇത് വാചം പഠിച്ചിട്ടൊക്കെ തകഴി മോഷ്ടിച്ചാണെന്ന് പറഞ്ഞുള്ളത്. മലയാറ്റൂർ രാമകൃഷ്ണൻ പൊന്നി മോഷ്ടിച്ചാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാരണം അവരെല്ലാം അതിന് ശേഷം ഒരുപാട് നോവൽ എഴുതിയിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഈ ജമീനേക്കാളൊക്കെ മഹത്തരമായ നോവലല്ലേ കയർ. ഒന്നാമത്തെ നോവൽ. അവരുടെ 250 കൊല്ലത്തെ പഴക്കം, 10,000-2000 കഥാപാത്രങ്ങൾ, ഒരു സംഭവമല്ലത്. ഒരു മഹാഭാരതം, ചെറിയൊരു മഹാഭാരതം തന്നെയാണത്. അപ്പം അങ്ങനെ തകഴിയെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷേ അത് തീരദേശത്തിൻ്റെ കഥ അല്ലെന്നുള്ളത് വെച്ചാൽ തീരദേശത്തിൻ്റെ കഥയായിരുന്നെങ്കിൽ ഒരുപാട് തീരത്തിൻ്റെ വാക്കുകൾ അതിൽ വരേണ്ടിയിരുന്നതാണ്, വന്നിട്ടില്ല. ജോസഫേട്ടൻ ഈ തീരദേശത്തിൻ്റെ ഒരു കഥാകൃത്ത് എന്നതിൽ ഇപ്പം 50 വർഷം എഴുത്തിൽ പിന്നിട്ട് കഴിഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ കടൽ എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റി നിർത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നേരിട്ടുണ്ട്? ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ ഭാഷയിലേക്ക് കടൽ കടന്നു പോവുക എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഭയങ്കര വൃഷ്ടി കൽപ്പിക്കുമായിരുന്നു. നമ്മുടെ മലയാള സാഹിത്യത്തിൽ തന്നെ പ്രശസ്തനായ ഒരു കവി, അദ്ദേഹം ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം കടൽ കടന്നു പോയി യാത്ര ചെയ്തു. പിന്നീട് തിരിച്ചു വന്ന് ഈ അധ്യാപകർക്ക് ശേഷം ശാന്തിക്കാരാൻ ശ്രമിച്ചപ്പോൾ ഈ കടൽ കടന്നു പോയതിൻ്റെ അപരാധം നീക്കിയാൽ മാത്രമേ ആ തൊഴിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് അപരാധക്രിയ ചെയ്തിരുന്നു. അപ്പം ഈ കടൽ അത്തരത്തിലൊരു വലിയ ക്രിമിനൽ കുറ്റമാണോ, കടൽ കടക്കുക, കടൽ എഴുതുക എന്നൊക്കെ പറയുന്നത്? ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിക്കോ? എനിക്ക് അതിനോട് അങ്ങനെ പറയുന്നതിനോട് ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം സാഹിത്യത്തിൽ പറയുകയാണെങ്കിൽ, സാഹിത്യത്തിലേക്ക് എത്തുമ്പോൾ ഏത് കടലിൽ കടന്നു പോയാലും കടന്നു പോയില്ലെങ്കിലും അത് അങ്ങനെ മാറ്റി നിർത്തുന്നതെന്ന് പറയുന്നത് കുറച്ച് ആളുകൾ മാത്രമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കടൽ കടന്നു പോയി എഴുതിയ ഒത്തിരി ആളുകളുണ്ട്. അവരെല്ലാം നമുക്ക് അവരുടേതായിട്ടുള്ള, ഇപ്പം എസ്.കെ. പൊറ്റക്കാട് ആണെങ്കിലും ഒക്കെ അദ്ദേഹം ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ ഒന്നും അങ്ങനെ മാറ്റി നിർത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമുണ്ട്, നമ്മളൊരു അമ്പലത്തിൽ ശാന്തിപ്പണിക്ക് പോകുമ്പോഴാണ് ഇത് വിഷയമാകുന്നത്. അല്ലാതെ ഇപ്പൊ ഒരാൾ IAS കാരനായത് അല്ലെങ്കിൽ കൽപ്പണിക്കാരനാണ്, അത് കുഴപ്പമൊന്നുമില്ല. പ്രൊഫസറാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അദ്ദേഹം പ്രൊഫസർ ആയപ്പോഴും കുഴപ്പമില്ല. ലാല് പറഞ്ഞതേ ഉള്ളൂ. കവിയുടെ പേര് വിഷ്ണുനാരായണ നമ്പൂരി എന്നാണ്. വിഷ്ണുനാരായണ നമ്പൂരി. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് ഈ വിഷയം വന്നത്. അപ്പൊ അവിടെ അത് വരുമ്പോഴാണ്. അല്ലാതെ പിന്നെ അത്തരം ചില കാര്യങ്ങളിൽ നമുക്ക് ചില നിയമങ്ങളുണ്ടാവും. പള്ളിക്കും അമ്പലത്തിനും മസ്ജിദിനൊക്കെ ചില നിയമങ്ങളുണ്ടാവും. ആ നിയമങ്ങളിലാണ് ഇത് വിഷയം വന്നത്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഈ മനുഷ്യരുടെ വേർതിരിവുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. പക്ഷെ എന്നാലും എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരൻ അതിനെയൊന്നും മാനിക്കേണ്ട കാര്യമില്ല. അവൻ മുന്നോട്ട് തന്നെ പോണതാണ് എപ്പോഴും നല്ലത്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ കാലം ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട്. ഞാൻ മംഗളം ദിനപത്രത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് മുണ്ടമ്മേലി മുതൽ സഞ്ചരിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് പേരോടൊക്കെ സംസാരിച്ച്. അപ്പോൾ കുറേ ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട്. അവരെന്നോട് ആദ്യം പറഞ്ഞ്, ഞങ്ങൾ ഞങ്ങളുടെ അപ്പന്മാർ പറഞ്ഞ മുഴുവൻ സാധനവും നിങ്ങൾ അതേപോലെ ഒന്നും എഴുതി വെക്കരുത്. ഞങ്ങളൊന്നും ഒരിക്കലും നുമ്മ, നിങ്ങൾ, ഞങ്ങട അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും ഞങ്ങളൊരിക്കലും ചെയ്യില്ല. ഞങ്ങൾ മഹാരാജി കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്. അവരെ രാത്രി അവർ കടലിൽ പോവും, പകല് അവർ വന്നിട്ട് ചിലപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കും. അവരുടെ ഒരു സമയത്തിൻ്റെ പരിധി ഒന്നുമുണ്ട്. അപ്പോൾ കോളേജിൽ അപ്പോൾ അവരെല്ലാം ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാർ നിങ്ങൾ പറയുന്ന നിങ്ങൾ അങ്ങനെയൊന്നും എഴുതി വെച്ചേക്കരുത്. ഇപ്പോൾ ചെമ്മീൻ എന്ന് പറയുന്നതിന് ഒരു നോവലിൽ പല രീതിയിലും അന്ന് അതിനെ സംഭാഷണം എഴുതിയത് എനിക്ക് തോന്നുന്നത് SL പുരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരങ്ങനെ അതിൻ്റെയൊക്കെ പിന്നീടും കുറേ സംഗതികളൊന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറ അതിനെല്ലാം ചവിട്ടി തേച്ച് മതിലേലൊട്ടിക്കുന്ന പിള്ളേരാണ്. അവർക്ക് നല്ല ചങ്കൂറ്റമുണ്ട്. അപ്പം കടലിൻ്റെ തീരത്തുള്ള മനുഷ്യർ മാറുകയാണെന്നുള്ള
ആ ഒരു ഉറപ്പായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ. നമുക്ക് അവസാനമായിട്ട് നോറാനോട് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് 600 കിലോമീറ്ററിനടുത്ത് നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. 10 ജില്ലകളിൽ സജീവമായ മത്സ്യബന്ധനമുണ്ട്. ഇപ്പം അവിടെയൊക്കെ ഈ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കരക്കി പിടിച്ചിട്ട മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. പക്ഷേ ആ തരത്തിൽ ഒരു ശക്തിയാർജിച്ച് നമ്മുടെ കടൽ സാഹിത്യം വരുന്നില്ല. മാത്രമല്ല കടൽ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരുപാട് ആഴക്കടൽ മത്സ്യബന്ധനം വരുന്നു, സീപ്ലെയിൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കടൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ മത്തി പോലുള്ള പരമ്പരാഗത മത്സ്യങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ കടൽ പണിക്കാർ ആ ജോലി വിട്ട് ഇപ്പം പുതിയ തലമുറയിലെ കുട്ടികൾ കടലിൽ പോകുന്നില്ല. അത് പരമ്പരാഗത തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പം വലിയ അതിജീവന ഭീഷണിയാണ് നമ്മുടെ കടൽ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷം കൂടി കഴിയുമ്പം, ഒരു ദശകം പിന്നിടുമ്പോൾ ഈ കടൽ എഴുത്തിൻ്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും നിങ്ങളിതിനെ കാണുന്നത്, പുതിയ തലമുറയുടെ എഴുത്ത് എന്ന് ചോദിക്കുന്നത്? നമ്മൾ കടലെഴുത്ത് ശ്രദ്ധിച്ചറിയാം, അത് ഒരു വർത്തമാനകാലത്തിൽ നിന്നല്ല പല എഴുത്തുകളും വരുന്നത്. അതൊരു ഭൂതകാലത്തിൽ നിന്നുള്ള എഴുത്തുകളുടെ ഒരു നൊസ്റ്റാൾജിയാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള, ഇപ്പം ജോസഫ് ഏട്ടൻ പറഞ്ഞതുപോലുള്ള ഇപ്പോഴത്തെ തലമുറ ചിലപ്പോൾ ആ ഭാഷ സംസാരിക്കുന്നില്ലായിരിക്കും. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾക്ക് ആ ഒരു പൂർവ്വകാലവും അതിൻ്റെ നൊസ്റ്റാൾജിയും ചേർത്ത് എഴുതുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്. ഈ ചില പദങ്ങൾ ലാലി നേരത്തെ സൂചിപ്പിച്ചോല്ല, തിരുവനന്തപുരത്ത് ആ പദം നമുക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. ഈ പദങ്ങൾ മാത്രമല്ല, ചില പ്രയോഗങ്ങൾ പോലും നമുക്ക് തീരത്ത് നമുക്ക് മനസ്സിലാകാതെ പോകും. ഫ്രാൻസിസിന്റെ ഒരു കഥയിലുണ്ട്, ഈ കടലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കര കാണുന്ന ഒരു ദൃശ്യത്തെ ആ നോവലിൽ പറയുന്നുണ്ട്. അതെ അതെ, അത് എൻ്റെ അമ്മാമ്മ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ആറിപ്പോകുന്നത് ചൂടാക്കണമേ. അമ്മാമ്മ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അറിയില്ല അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്, ആറിപ്പോകുന്നത് ചൂടാക്കണമേ. പിന്നീട് അമ്മാമ്മ മരിച്ച് അമ്മാമ്മയെ കോഫിലിൽ കിടത്തി കഴിയുമ്പോൾ അമ്മാമ്മയുടെ കവിളിൽ ഞാൻ ഉമ്മ വയ്ക്കുമ്പോൾ ആ ഒരു തണുപ്പ്, അമ്മാമ്മ മരിച്ചു കിടക്കുന്നതിൻ്റെ തണുപ്പ് ഞാൻ അനുഭവിക്കുമ്പോഴാണ് ഈ അമ്മാമ്മ പറഞ്ഞ പ്രാർത്ഥനയുടെ ആഴം എനിക്ക് മനസ്സിലാകുന്നത്, ആറിപ്പോകുന്നത് ചൂടാക്കണമേ എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് ഈ കടലെഴുത്തിൻ്റെ കാര്യം. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലായില്ലെന്ന് വരും വായിക്കുന്നത്. കുറേ കാലം, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ മുണ്ടംപെറുകി എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് ആ അമ്മാമ്മയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, വീണ്ടും വിളിക്കുമ്പോൾ അദ്ദേഹം കരയുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചിട്ട് ആ കവിളിൽ ഉമ്മ വയ്ക്കുമ്പോൾ അദ്ദേഹം ഈ സന്ദർഭം ഓർത്തതെന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ജീവിതവുമായി എവിടെയെങ്കിലുമൊക്കെ ഈ കടലെഴുത്ത് റിലേറ്റ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ അതിൻ്റെ ആഴവും അർത്ഥവും നമുക്ക് മനസ്സിലാകുന്നത്. കടലെഴുത്ത് എക്കാലവും തുടരും. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ എഴുതാൻ സാധ്യതയുള്ള ഒരു 100% കടലെഴുത്തിൻ്റെ 1% പോലും എഴുതപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനി സജീവമായി തുടരും. ഇപ്പം നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത 3 എഴുത്തുകാർക്ക് നന്ദി പറയുന്നു. പറഞ്ഞു നമ്മുടെ കഥയും കടലും വളരട്ടെ.